ഗർഭപാത്രം ഉള്ളിലുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് ജീവിതത്തിൽ ഒരു 13 വയസ്സ് മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ, ഗർഭപാത്രം ഉള്ളിലുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഒരായുസ് മുഴുവനും അനുഭവിക്കുന്നത് എന്ന് ഒരു നിമിഷം നമ്മളെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ കാലിൽ ഉമ്മ കൊടുക്കും. അവൾക്ക് വേണ്ടിയാണോ? അവൾക്ക് വേണ്ടിയാണോ? ഈ മനുഷ്യവംശത്തിന് വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ അവളുടെ ഔദാര്യമാണ്. അതുകൊണ്ടാണ് പ്ലീസ് എന്ന് പറഞ്ഞിട്ടല്ലാതെ ഒരു കാര്യവും പ്രവാചക തിരുമേനി ഭാര്യമാരോട് പറയില്ലായിരുന്നു. പ്ലീസ് എന്നതിന് അവിടെ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ. ഇപ്പം ഹിറാ ഗുഹയിൽ വെച്ചിട്ട് ആണ് പ്രവാചകനാകുന്നത്. മാലാഖ വന്നിട്ട് ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പറയുകയും പ്രവാചകനാണ് എന്നറിയാം. ഭയങ്കര പേടിച്ചു പോയി. പിന്നെ മാലാഖയെ ആദ്യമായി കണ്ട എല്ലാ പേടിയുണ്ട്. അങ്ങനെ ഓടി വന്നിട്ട് എങ്ങോട്ടാ ഓടി വരുന്നത്? വീട്ടിലേക്കാണ് ഓടി വരുന്നത്. വീട്ടിലേക്ക് ഓടി വന്നിട്ട് ഭാര്യയോട് പറഞ്ഞൊരു വാക്കുണ്ട്. ആർക്കെങ്കിലും അറിയോ? ജമ്മിലൂനി. അറബിയാണ്. വാക്കിന് ഇത്രയും അർത്ഥമുള്ളൂ. എന്നെ പുതപ്പിട്ട് എനിക്കൊരു പുതപ്പ് തരുമെന്നാണ്. പനിക്കുന്നത് പോലെ തോന്നുന്നു. എനിക്കൊരു പുതപ്പ് തരുമെന്ന്. എന്ത് പുതപ്പ്? ഷീലേൻ്റെ പുതപ്പാണോ? ആണോ? കമ്പിളി പുതപ്പാ? അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് പോയപ്പോഴേ അവിടെയൊക്കെ പുതപ്പുണ്ടാവില്ലേ? ഈ ആളോട് വന്നത് പറഞ്ഞ എന്തിനാ? ഒരു തുണിശീല കൊണ്ട് എന്നെ പുതപ്പിക്കൂന്നല്ല, നിന്റെ ഇളം ചൂടുള്ള ശരീരം കൊണ്ട് എന്നെ ഒന്ന് പുതക്കൂന്ന, എന്നൊന്ന് കെട്ടിപ്പിടിക്കണമെന്ന്. എനിക്കൊരു മനുഷ്യന്റെ ചൂട് വേണം. ആരുടേതിലും പോരാ, നിന്റേത് വേണം. എൻ്റെ ഭയങ്ങൾക്ക് അഭയമായി നീ മാറുകയാണ്. എൻ്റെ ചുടുവേനലിൽ നീ ഒരു തണലായി മാറുകയാണ്. എന്താ പറഞ്ഞില്ലേ? തണലല്ലേ? തണൽ. ഓക്കെ. എന്താ വാക്കിൻ്റെ അർത്ഥം? ജമ്മിലൂനി എന്ന് പറഞ്ഞാൽ എന്നെ പുതക്കൂ എന്നാണ്. എന്നെ പുതക്കൂ. ആ വാക്കിലേക്കൊന്ന് ശ്രദ്ധിക്കണേ. എന്താ പറഞ്ഞേ? ജമ്മിലൂനി. അറബി ഭാഷ അറിയുന്നവർക്കൊക്കെ അറിയാം. അത് എന്നെ പുതക്ക്, നീ എന്നെ പുതക്ക്, നീ എന്നെ പുതക്ക് എന്നാണ് എങ്കിൽ അങ്ങനെയല്ല പറയാ. ജമ്മിൽ നീ എന്നാ പറയാ. എന്താ പറയാ? നീ എന്നാണ് പ്രയോഗം. നീ എന്നെ പുതക്കൂ എന്നാണെങ്കിൽ ജമ്മിൽ നീ എന്നാ പറയാ. പക്ഷെ ഇവിടെ പറഞ്ഞ എന്താണ്? ജമ്മിലൂനി. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ എന്നെ ഒന്ന് പുതക്കൂ. മുന്നിൽ നിൽക്കുന്നത് അമ്മയാണ്. സ്വന്തം അമ്മ മാത്രമല്ല അമ്മ, കുഞ്ഞുങ്ങളുടെ അമ്മയും അമ്മയാണ്. അതുകൊണ്ട് ഒരു പെണ്ണില്ലേ, ഇത്രയും കൊല്ലത്തെ എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയണത്. എനിക്ക് അനിയത്തിയില്ല. എൻ്റെ വീട്ടിൽ ഉമ്മ മാത്രമേ പെണ്ണായിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ഇത്താത്തുണ്ട്, പക്ഷെ അവൾ നേരത്തെ കല്യാണം കഴിഞ്ഞു പോയി. ഒരു പെണ്ണ്, ഒരു അനിയത്തി എന്താന്ന് അവളുടെ വളർച്ച ഒന്നും എനിക്ക് കിട്ടിയില്ല, കണ്ടിട്ടില്ല ഞാൻ. പല കാര്യങ്ങൾ കല്യാണത്തിന് ശേഷമാണ് അറിയണത് പോലും. സ്ത്രീകൾ അനുഭവിക്കുന്ന ഓരോ മാസവും അനുഭവിക്കുന്ന കാര്യങ്ങൾ പോലും ഞാൻ അറിയുന്നത് കല്യാണത്തിന് ശേഷം. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല. മദ്രസയിലൊന്നും ഞാൻ പഠിച്ചില്ല, അല്ലെങ്കിൽ പഠിച്ച ദിവസം സ്കൂളിൽ പോയിട്ടില്ല. മറ്റേൾ പറഞ്ഞവള് എനിക്ക് അറിയില്ലായിരുന്നോ? ഇവള് വന്നതിന് ശേഷമാണ് ഇതെന്താണ് കൃത്യമായിട്ട് മനസ്സിലാവണത്. അനിയത്തിയൊന്നുമില്ല വീട്ടിൽ. ഉമ്മ അതൊക്കെ വളരെ തന്ത്രപൂർവ്വം മറച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷമായി. ഇത്രയും കൊല്ലത്തെ അനുഭവത്തിൽ നിന്ന്, ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിച്ച അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ? ഒരു പെണ്ണ് വളരെ കുറച്ച് സമയമേ പെണ്ണാവുന്നുള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവനും ഒന്നുകിൽ അവൾ പെൺകുഞ്ഞാണ്, അല്ലെങ്കിലോ അമ്മയുമാണ്. നിങ്ങളുടെ അനുഭവം വേറെ ആയിരിക്കാം, എനിക്കറിയില്ല. എൻ്റെ അനുഭവം അതാ. വളരെ കുറച്ച് സമയമേ, കുഴപ്പമില്ല, അമ്മയാ. പെണ്ണിനൊരുണ്ണിക്കിടാവിൻ മുഖശ്രീ. ഒരു പാവക്കുട്ടി കൊടുത്തു നോക്കൂ. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറയണ, ഒരു പെണ്ണില്ലേ വളരെ കുറച്ച് സമയമേ മുതിർന്ന ഒരു പെണ്ണാവുന്നുള്ളൂ. ഇപ്പോൾ കാമുകി അല്ലെങ്കിൽ പ്രണയിനി, ഒരു ഭാര്യ എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒരു വൈകാരിക സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് വളരെ കുറച്ച് സമയമാണ്. പ്രണയിനി ആകുന്നത് പോലും വളരെ കുറച്ച് നിമിഷങ്ങളാണ്.
ബാക്കിയുള്ള സമയം മുഴുവനും അവൾ ഒന്നുകിൽ പെൺകുഞ്ഞാണ്. നിങ്ങളുടെ വീട്ടിലെ മോളും വൈഫും തമ്മിൽ വൈകാരിക വിഷയങ്ങളിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അവർക്ക് വേണ്ടത് ഏകദേശം ഒരേ കാര്യമായിരിക്കും. നിങ്ങളെ മോളെ നിങ്ങൾ ഒന്ന് കൊഞ്ചിച്ച് നോക്കും, ലാളിച്ച് നോക്കും, പുന്നാരിച്ച് നോക്കും, ഏറ്റവും അസൂയപ്പെടുന്ന ആരായിരിക്കും? മറ്റേ പെൺകുഞ്ഞാണ്. അതാണ്, അവൾ പെൺകുഞ്ഞാണ്. ഒരു പെൺകുഞ്ഞിന് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ അവൾ ആഗ്രഹിക്കുന്നുണ്ടോ? ബാക്കിയുള്ള സമയം അവൾ എന്താണ്? അമ്മയുമാണ്.